നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് തലപ്പാടിയിൽ ബസ് അപകടത്തിൽ 6 പേർ മരണപ്പെട്ട സംഭവം. ടയറുകൾ തേഞ്ഞ ബസ്സുകൾ തടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. അജിനടുക്കയിലെ സമാനി കുടുംബത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥ. തലപ്പാടി ബസ് അപകടത്തിൽ മരണപ്പെട്ട 5 പേർ ഉൾപ്പെടെ ഈ കുടുംബത്തിൽ നിന്നും വാഹനാപകടങ്ങളിൽ പൊലിഞ്ഞത് 12 പേർ. തലപ്പാടി ബസ് അപകടം. കർണാടക SRTC അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമായതെന്ന് വിലയിരുത്തൽ. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. നീലേശ്വരം, മൊഗ്രാൽ പുഴകളിൽ ഓറഞ്ച് അലേർട്ട്. കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ മുന്നാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഓണം ആഘോഷിക്കുവാൻ മലയാളി വേഷം ധരിച്ചെത്തി മണിപ്പൂർ സ്വദേശികളായ വിദ്യാർത്ഥികൾ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളാണ് മനോഹര കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് തലപ്പാടിയിൽ ബസ് അപകടത്തിൽ 6 പേർ മരണപ്പെട്ട സംഭവത്തിൽ ബസ്സുകൾ തടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയും ടയർ തേഞ്ഞുപോയതാണെന്നുമുള്ള ആരോപണമുയർന്ന സാഹചര്യത്തിലായിരുന്നു നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിവരമറിഞ്ഞ് പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തുകയും നാട്ടുകാർ പരിശോധിച്ച് അപാകതകൾ കണ്ടെത്തിയ ബസ്സുകളെ തിരിച്ചുവിടുകയും ചെയ്തു. കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക SRTC ബസ് നിയന്ത്രണം തെറ്റി ബസ് കാത്തിരിക്കുന്നവരിലേക്ക് ഓട്ടോറിക്ഷയിലും ഇടിച്ചു കയറി 6 പേർ മരണപ്പെടുവാനും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുവാനും ഇടയായ സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിച്ച് നാട്ടുകാർ. അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയും ടയർ തേഞ്ഞുപോയതാണെന്നുമുള്ള ആരോപണമുയർന്ന സാഹചര്യത്തിൽ തലപ്പാടിയിൽ ബസ്സുകൾ നിർത്തി പരിശോധിച്ചായിരുന്നു ഇവരുടെ പ്രതിഷേധം. പരിശോധനയിൽ ഓടിത്തേഞ്ഞ ടയറുകളുള്ള ബസ്സുകൾ നാട്ടുകാർ തടഞ്ഞിടുകയും മറ്റ് ബസ്സുകളെ ഓടാൻ അനുവദിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് പോലീസും പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി. ഗതാഗതയോഗ്യമല്ലാത്ത ടയറുകളുള്ള ബസ്സുകളെ റോഡിലിറങ്ങുവാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പോലീസിനെ അറിയിച്ചു. ഇതേ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തി അപാകതകൾ കണ്ടെത്തിയ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കുകയും ഇത്തരം ബസ്സുകളെ തിരിച്ചുവിടുകയും ചെയ്തു. ഇന്നലെ സംഭവിച്ച അപകടം അതിന്റെ മുഖ്യ കാരണം ഈ ടയർ ശരിക്കും ഇല്ലാത്തതാണ്. ബ്രേക്ക് അടിച്ച പാട് 3 തിരിഞ്ഞ് ആ വാഹനം അപകടമുണ്ടാക്കി 4-6 ജീവൻ നഷ്ടപ്പെട്ടു. ഈ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആര് നഷ്ടപരിഹാരം നൽകും? ഒരു പബ്ലിക് കരിയർ ബസ് ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വാഹനമായി മാറിയതിൽ വളരെയധികം ഖേദവും ദുഃഖവുമുണ്ട്. ഇവിടുത്തെ നാട്ടുകാരും പിന്നെ ഹൈവേ പോലീസും നിരവധി കർണാടക ബസ് പരിശോധിച്ചപ്പോൾ ടയർ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. റിസോളൊക്കെ അളകിയിട്ടാണുള്ളത്. കേരള സർക്കാരിനോടും കേരള മോട്ടോർ വകുപ്പിനോടും പറയാനുള്ളത്, കാസർഗോഡിലേക്ക് സർവീസ് ചെയ്യുന്ന വാഹനത്തിന് പ്രത്യേകിച്ചിട്ട് മഴക്കാലമാണ്, ടയർ ശരിയില്ലാതാണ് സർവീസ് നടത്തിക്കൊള്ളുള്ളത്. പരിശോധന കർശനമാക്കിയിട്ട് ഈ ടയർ മാറ്റാനുള്ള നടപടി കേരള സർക്കാർ കാസർഗോഡ് മോട്ടോർ വാഹന വകുപ്പ് MVD ഇവർ ഇത് ശ്രദ്ധിച്ചിട്ട് ഇതിനൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകും. അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ റോഡ്, ഈ വളവിൽ ദേശീയപാതയുടെ ഇരുവശത്തുമുള്ള സർവീസ് റോഡുകൾ അത് ഒരു വാഹനത്തിന് പോലും കൃത്യമായി സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം NH ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരണപ്പെട്ടുപോയ കുടുംബാംഗങ്ങളെ കൃത്യമായ രീതിയിലുള്ള പരിചരണം, അവരുടെ കുടുംബാംഗങ്ങൾക്ക് അത് ചെറിയ രീതിയിൽ അതിന് വേണ്ടുന്ന നഷ്ടപരിഹാരങ്ങൾ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ ഈ നിർമ്മാണ പ്രവൃത്തിയിൽ പെട്ടിട്ടുള്ള കരാർ കമ്പനിക്കാരും ഈടാക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ബന്ധപ്പെട്ട ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുകൂടി ഈ വിഷയം ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവരെ. എല്ലാ ബസ്സുകളും ശരിയായ സാങ്കേതികാവസ്ഥയിൽ ഓടണമെന്നും ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഓടരുതെന്നും നാട്ടുകാർ ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും മുന്നറിയിപ്പ് നൽകി. തലപ്പാടിയിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നാടിനെ ഞെട്ടിച്ച ബസ് അപകടമുണ്ടായത്. കാസർഗോഡ് നിന്നും മംഗളൂരിലേക്ക് പോകുകയായിരുന്ന കർണാടക SRTC ബസ് അമിത വേഗതയിലെത്തുകയും റോഡിൽ നിന്നും തെന്നി കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ് കാത്തിരിക്കുന്നവരിലേക്കും പിറകിലുണ്ടായിരുന്ന ഓട്ടോയിലും ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോയിലുണ്ടായിരുന്ന 6 പേർ മരണപ്പെടുകയും കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായ 2 പേർക്ക് ബസ്സിനടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു.
ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമായതെന്ന് കർണാടക SRTC വ്യക്തമാക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്താത്തതാണ് തേഞ്ഞ ടയറുകളും മറ്റ് അപാകതകളോടും കൂടി ബസ്സുകൾ ഓടുവാൻ കാരണമെന്നും ഇതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് നയിക്കുന്നതെന്നുമുള്ള ആക്ഷേപം ശക്തമാണ്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തലപ്പാടി അച്ചിനടുക്കയിലെ സമാനി കുടുംബത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥ. കഴിഞ്ഞ ദിവസം തലപ്പാടിയിലെ ബസ് അപകടത്തിൽ മരണപ്പെട്ട 5 പേർ ഉൾപ്പെടെ ഈ കുടുംബത്തിൽ നിന്നും വാഹനാപകടങ്ങളിൽ 12 ജീവനുകളാണ് പൊലിഞ്ഞത്. 2018 ജൂലൈ മാസത്തിലാണ് സമാനി കുടുംബത്തെ തകർത്ത ആദ്യ വാഹനാപകടമുണ്ടായത്. അന്ന് 5 പേരാണ് മരിച്ചത്. മറ്റ് വാഹനാപകടങ്ങളിലും 2 പേർ മരണപ്പെട്ടു. ഉറ്റവരുടെ ജീവനുകൾ അപകടങ്ങളിൽ പൊലിഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കും സമാനി കുടുംബം. തലപ്പാടി KC റോഡിനടുത്തുള്ള അച്ചിനടുക്കയിലെ സമാനി കുടുംബം സമാനതകളില്ലാത്ത ദുരന്തങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തലപ്പാടിയിലെ ബസ് അപകടത്തിൽ മരണപ്പെട്ട 5 പേരും ഈ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. നേരത്തെയുണ്ടായ വാഹനാപകടങ്ങളിൽ 7 പേർ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ കഴിയുന്ന ഈ കുടുംബത്തിന് തലപ്പാടിയിലെ അപകടത്തിൽ കൂടി ഉറ്റവരെ നഷ്ടമായത് വലിയ ആഘാതമായി മാറി. തലപ്പാടി ബസ് അപകടം ഉൾപ്പെടെ 4 വാഹനാപകടങ്ങളിൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ 12 ജീവനുകളാണ് സമാനി കുടുംബത്തിൽ നിന്നും പൊലിഞ്ഞത്. 2018 ജൂലൈ 9 ആദ്യ വലിയ ദുരന്തം ഈ കുടുംബത്തിൽ സംഭവിച്ചത്. അന്ന് രാവിലെ ഉപ്പള നയാബസാറിന് സമീപം ഈ കുടുംബത്തിലെ അംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന തൂഫാൻ വാഹനം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിക്കുകയും 5 പേർ മരണപ്പെടുകയുമായിരുന്നു. കുടുംബത്തിലെ മുതിർന്നയാളായ മൊയ്തീൻ കുഞ്ഞിയുടെ ഭാര്യ ബി ഫാത്തിമ, മകൾ നസീമ, മരുമകൻ മുസ്താഖ്, ചെറുമകൾ അസ്മ, ഭർത്താവ് ഇംതിയാസ് എന്നിവരാണ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടത്. പാലക്കാട്ട് ഒരു ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് ഈ ദാരുണ സംഭവമുണ്ടായത്. ഈ അപകടം കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം തലപ്പാടിയിൽ അടുത്ത ദുരന്തമുണ്ടായത്. നിയന്ത്രണം വിട്ട കർണാടക SRTC ബസ് സമാനി കുടുംബത്തിലെ അംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ അപകടത്തിൽ അന്ന് മരണപ്പെട്ട ബി ഫാത്തിമയുടെ മക്കളായ ഖദീജ, നഫീസ, പേരക്കുട്ടികളായ ആയിഷ, ഫിദ, ഹസ്ന ഫാത്തിമ, നഫീസയുടെ അമ്മായിയമ്മയായ ഔവമ്മ എന്നിവരാണ് മരിച്ചത്. കൂടാതെ ഓട്ടോറിക്ഷ ഡ്രൈവർ അച്ചിനടുക്ക കോട്ടേക്കാർ മുള്ളുഗദ്ദയിലെ ഹൈദരും മരണപ്പെട്ടിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു ഈ 6 പേരുടെയും മരണം സംഭവിച്ചത്. അജിനടുക്ക കൊട്ടേക്കാറിൽ നിന്നും മഞ്ചേശ്വരം തുമിനാട്ടിലേക്ക് വരവെയാണ് അപകടം ഇവരുടെ ജീവനുകൾ കവർന്നത്. ഇതിനു പുറമെ നഫീസയുടെ ഭർത്താവ് റഫീഖ് 10 വർഷം മുൻപ് ഉച്ചിലയിൽ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ ഡിവൈഡറിൽ ഇടിച്ച് മരണപ്പെട്ടിരുന്നു. 2014 ബംഗളൂരിലുണ്ടായ വാഹനാപകടത്തിലാണ് ബി ഫാത്തിമയുടെ ഇളയ മകൾ രഹനയുടെ ഭർത്താവ് അഷ്റഫ് മരണപ്പെട്ടത്. ഇത്തരത്തിൽ കുടുംബത്തിലെ 3 തലമുറകളിലായുള്ള 12 ജീവനുകളാണ് വിധിയുടെ വിളയാട്ടത്തിനു മുന്നിൽ നഷ്ടമായത്. ഈ കുടുംബം നേരിടുന്ന ദുരന്തങ്ങൾ വിശ്വസിക്കുവാൻ പ്രയാസമുള്ള ഒരു കഥ പോലെ ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. ഉറ്റവരുടെ ജീവനുകൾ അപകടങ്ങളിൽ പൊലിഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് സമാനി കുടുംബം ഇപ്പോൾ. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് തലപ്പാടിയിൽ ബസ് അപകടത്തിൽ 6 പേർ മരണപ്പെട്ട സംഭവത്തിൽ കർണാടക SRTC അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് കർണാടക SRTC വ്യക്തമാക്കുന്നത്. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് കോർപ്പറേഷൻ വഹിക്കുമെന്നും വകുപ്പ് തല അന്വേഷണം നടത്തി കുറ്റക്കാരനായ ഡ്രൈവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കർണാടക SRTC മാനേജിംഗ് ഡയറക്ടർ അക്രം പാഷ ബാസെ അറിയിച്ചു. കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക RTC ബസ് നിയന്ത്രണം തെറ്റി ബസ് കാത്തിരിക്കുന്നവരിലേക്കും ഓട്ടോറിക്ഷയിലും ഇടിച്ചു കയറി 6 പേർ മരണപ്പെടുവാനും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുവാനും ഇടയായ സംഭവത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണെന്ന് കർണാടക SRTC വ്യക്തമാക്കി. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് കോർപ്പറേഷൻ വഹിക്കുമെന്നും വകുപ്പ് തല അന്വേഷണം നടത്തി കുറ്റക്കാരനായ ഡ്രൈവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കർണാടക SRTC മാനേജിംഗ് ഡയറക്ടർ അക്രം പാഷ ബാസെ അറിയിച്ചു. തലപ്പാടിയിലെ കേരളത്തിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളുടെ സ്റ്റോപ്പിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നാടിനെ ഞെട്ടിച്ച അപകടമുണ്ടായത്. കാസർഗോഡ് നിന്നും മംഗളൂരിലേക്ക് പോകുകയായിരുന്ന കർണാടക SRTC ബസ് അമിത വേഗതയിലെത്തുകയും റോഡിൽ നിന്നും തെന്നി കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ്സിനായി കാത്തിരിക്കുന്നവരിലേക്കും പിറകിലുണ്ടായിരുന്ന ഓട്ടോയിലും ഇടിച്ചു കയറുകയായിരുന്നു.
അപകടത്തിൽ ബസ്സിനടിയിൽപ്പെട്ട 3 പേർക്കും ഓട്ടോയിലുണ്ടായിരുന്ന 6 പേർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഈ 8 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഓട്ടോയിലുണ്ടായിരുന്ന 6 പേരും മരണപ്പെടുകയായിരുന്നു. ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവറായ അജിനടുക്ക കോട്ടേക്കാർ മുള്ളുഗദ്ദയിലെ ഹൈദർ, അജിനടുക്ക കോട്ടേക്കാർ സ്വദേശികളായ ഖദീജ, നഫീസ, ആയിഷ, ഫിദ, 11കാരിയായ ഹസ്ന, പറങ്കിപ്പേട്ടെ സ്വദേശിനി അവ്വമ്മ എന്നിവരാണ് മരണപ്പെട്ടത്. ബസ്സിനടിയിൽപ്പെട്ട് കാസർഗോഡ് പെരുമ്പള സ്വദേശികളായ ലക്ഷ്മി, മകൻ സുരേന്ദ്ര എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർ മംഗളൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അപകടം വരുത്തിയ ബസ്സിന്റെ ഡ്രൈവറെയും കണ്ടക്ടറെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പോലീസ് നടപടിക്രമങ്ങൾ പുരോഗമിക്കവെയാണ് സംഭവത്തിൽ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമായതെന്ന് കർണാടക SRTC വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. 4 ദിവസങ്ങളിലായി ഇടവേളകളില്ലാതെ മഴ പെയ്യുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുവാൻ ഇടയാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജില്ലയിലെ നീലേശ്വരം, മൊഗ്രാൽ പുഴകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ ബംഗാൾ തീരത്തിന് സമീപം രൂപപ്പെട്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറിയതിൻ്റെ സ്വാധീന ഫലമായി കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. 4 ദിവസങ്ങളിലായി ഇടവേളകളില്ലാതെ മഴ പെയ്യുന്നത് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുവാൻ ഇടയാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നുണ്ട്. മഴയ്ക്ക് പുറമെ ശക്തമായ കാറ്റും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, മൊഗ്രാൽ പുഴകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. രാവിലെ കനത്ത മഴയെ തുടർന്ന് വീരമലക്കുന്നിലെയും ബേവിഞ്ച റോഡിലൂടെയുമുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു. പിന്നീട് ഇത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. നിലവിൽ വെള്ളി, ശനി ദിവസങ്ങളിൽ കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. ശനിയാഴ്ച കഴിയുന്നതോടെ ന്യൂനമർദ്ദം ദുർബലമാകുകയും കേരളത്തിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. തുടർന്നുള്ള ദിവസങ്ങളിൽ സാധാരണ ഇടവിട്ടുള്ള മഴ സാധ്യത മാത്രമാണ് ഉണ്ടാവുക. സെപ്റ്റംബർ 2 അല്ലെങ്കിൽ 3 ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സൂചനയുണ്ട്. നിലവിലെ സൂചന പ്രകാരം ഓണം ആദ്യ ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിൽ മഴയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സമ്മേളനം ശനി, ഞായർ ദിവസങ്ങളിൽ മുന്നാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം ശനി, ഞായർ ദിവസങ്ങളിൽ മുന്നാട്ട് നടക്കും. CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ചുള്ള സഹകരണ സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യും. സർവീസിൽ നിന്ന് വിരമിച്ചവർക്കുള്ള യാത്രയയപ്പും ഉണ്ടാകും. യാത്രയയപ്പ് സമ്മേളനം സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് വൈസ് ചെയർമാൻ KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ സമരങ്ങൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേന്ദ്ര സഹകരണ നയം സഹകരണ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്നും അതിനെതിരെ ജനകീയ പ്രക്ഷോഭമുയർത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനത്തിൽ 300 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തോടൊപ്പം തന്നെ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങളും ഇന്ന് സഹകരണ മേഖല നേടിയിട്ടുള്ള നേട്ടങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു സഹകരണ സെമിനാർ കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ജീവനക്കാരായിട്ടുള്ള ആളുകൾ, പിരിഞ്ഞു പോയിട്ടുള്ള ആളുകളുണ്ട്. അവർക്കുള്ള ഒരു യാത്രയയപ്പ് സമ്മേളനം കൂടി ഇതിൻ്റെ അനുബന്ധമായി നടക്കുന്നുണ്ട്. അങ്ങനെയാണ് 2 ദിവസത്തെ സമ്മേളനം, പ്രതിനിധി സമ്മേളനവും സഹകരണ സെമിനാറും അതുപോലെ തന്നെ യാത്രയയപ്പ് സമ്മേളനം എന്ന രീതിയിലാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CITUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് MV ജയരാജനാണ്. സഹകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് MLA കൂടിയായിട്ടുള്ള സഖാവ് CH കുഞ്ഞമ്പുവാണ്. യാത്രയയപ്പ് സമ്മേളനം മുൻ MLA KP സതീഷ് ചന്ദ്രനും ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർപേഴ്സൺ E പത്മാവതി, ജില്ലാ സെക്രട്ടറി KV വിശ്വനാഥൻ, പ്രസിഡന്റ് K പ്രഭാകരൻ, P ജാനകി, B മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലയാളികളുടെ ദേശീയോത്സവമായ ഓണം ആഘോഷിക്കുവാൻ മലയാളി വേഷം ധരിച്ചാണ് മണിപ്പൂർ സ്വദേശികളായ വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയ മുറ്റത്തെത്തിയത്. തൃക്കരിപ്പൂർ സെൻറ് പോൾസ് AUP സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾക്കാണ് 5 മണിപ്പൂരി പ്രൈമറി വിദ്യാർത്ഥികൾ മുണ്ടും ടീഷർട്ടും ധരിച്ച് എത്തിയത്.
മണിപ്പൂർ ഇംഫാൽ സ്വദേശികളായ ഐഫാബ, മേരാബ, യുഹംബ, നെൽസൺ, റോബിൻസൺ എന്നീ 7ാം തരം വിദ്യാർത്ഥികളാണ് ഓണാഘോഷ പരിപാടികളിൽ മലയാളി വേഷമായ മുണ്ടും ടീഷർട്ടും ധരിച്ച് പങ്കെടുത്തത്. വിവിധ കായിക ഇനങ്ങളിൽ മികവ് കാട്ടിവരുന്ന ഇവരിൽ ഐഫാബ സംസ്ഥാന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ കോട്ടയം ജില്ലാ ടീമിന് വേണ്ടി മത്സരിച്ച് ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ട്രോഫി സ്വന്തമാക്കിയിരുന്നു. ഫുട്ബോൾ, സെപക് താക്രോ, ബോൾ ബാഡ്മിന്റൺ, ഷട്ടിൽ, ഹാൻഡ്ബോൾ തുടങ്ങിയ ഗെയിമുകളിലും ഇവർ 5 പേരും സജീവമാണ്. തെക്കേ ഇന്ത്യയിലെയും വടക്കേ ഇന്ത്യയിലെയും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വർഷങ്ങളായി സെൻറ് പോൾസ് സ്കൂളിൽ പഠിച്ചു വരുന്നുണ്ടെങ്കിലും വടക്ക് കിഴക്ക് സംസ്ഥാനത്തെ കുട്ടികൾ കഴിഞ്ഞ 3 വർഷമായി ആദ്യമായാണ് സ്കൂളിലെത്തുന്നത്. മുറിമലയാളം പറയുന്ന ഇതര സംസ്ഥാനത്തു നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെ കായിക അധ്യാപകനായ AGC അംലാദാണ് വേണ്ട ഇടപെടൽ നടത്തിവരുന്നത്. കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തൃക്കരിപ്പൂർ സെൻറ് പോൾസ് ഫുട്ബോൾ അക്കാദമിയിലെ കായിക താരങ്ങൾ കൂടിയാണ് മണിപ്പൂർ സ്വദേശികളായ ഈ വിദ്യാർത്ഥികൾ. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ആന്റിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം സ്വർണോത്സവത്തിന് തുടക്കമായി. 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓണക്കോടി സമ്മാനമായി ലഭിക്കുന്നതുൾപ്പെടെയുള്ള നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളുമാണ് ഓണം സ്വർണോത്സവത്തിൽ ഒരുക്കിയിട്ടുള്ളത്. സെപ്റ്റംബർ 4-ാം തീയതി വരെയാണ് കൈനിറയെ ഓണം സമ്മാനവുമായി മടങ്ങുവാൻ ഉപഭോക്താക്കൾക്ക് അവസരമുള്ളത്. സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസത്തിളക്കവുമായി കാസർഗോഡിന്റെ ഹൃദയത്തിലിടം നേടിയ ആന്റിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം സ്വർണോത്സവത്തിന് തുടക്കമായി. നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളുമാണ് ഓണം സ്വർണോത്സവത്തിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ആന്റിക് റിയൽ ഓർണമെൻറ്റ്സിന് 70% ഡിസ്കൗണ്ട്, ആന്റിക് ആഭരണങ്ങൾക്ക് 80% ഡിസ്കൗണ്ട്, ഡയമണ്ട് ക്യാരറ്റിന് 30% ഡിസ്കൗണ്ട് തുടങ്ങിയ നിരവധി ഓഫറുകളാണ് ഓണം സ്വർണോത്സവത്തിലുള്ളത്. കേരള ഡിസൈൻസ് മേക്കിംഗ് ചാർജ് വെറും 2.9% മാത്രമാണ് ഈടാക്കുക. 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓണക്കോടി സമ്മാനമായി ലഭിക്കും. ഇതുകൂടാതെ എല്ലാ പർച്ചേസുകൾക്കും ഓണക്കിറ്റ് സമ്മാനമായി ലഭിക്കും. ഈ കാലയളവിൽ സ്കീമുകളിൽ അംഗമാകുന്നവർക്ക് സ്പെഷ്യൽ ഓണക്കിറ്റ് സമ്മാനമായി ലഭിക്കും. എല്ലാ പർച്ചേസിനും ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഓഫറുകളും ഡിസ്കൗണ്ടുകളുമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ആന്റിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് പാർട്ണർ ഭരതൻ, സെയിൽസ് വിഭാഗത്തിലെ ഖദീജത്ത് റൈഹാന എന്നിവർ KCN ന്യൂസിനോട് പറഞ്ഞു. നമ്മളിവിടെ ആന്റിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വമ്പൻ ഓഫറാണ് നടക്കുന്നത്. ഈ ആഗസ്റ്റ് 15 തൊട്ട് സെപ്റ്റംബർ 4 വരെ. അത് ഓണം അതുപോലെ തന്നെ നബിദിന ഒക്കെ പ്രമാണിച്ച് ഞങ്ങൾ ഭയങ്കര ഓഫർ കൊടുക്കുന്നുണ്ട്. സാധാരണ കേരള ഐറ്റമിന് കംപ്ലീറ്റ് 2.9%, അതേപോലെ പ്രീമിയം ആൻറ്റിക്കിന് 70%, നോർമൽ ആൻറ്റിക്കിന് 80% ഞങ്ങൾ ഓഫർ ഇപ്പം കൊടുത്തിട്ടുണ്ട്. ആരും കൊടുക്കാത്ത ഓഫറാണ്. അപ്പോൾ എത്രയും വേഗം എല്ലാവരും വന്ന് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഗോൾഡ് റേറ്റ് ഭയങ്കര കയറുന്നുണ്ട്. അഡ്വാൻസ് ബുക്കിംഗ് ഞങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും വന്ന് അഡ്വാൻസ് ബുക്ക് ചെയ്യുക. അപ്പോൾ റേറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഈ സീസൺ എല്ലാവരും വന്ന് അതുപോലെ ഓണത്തിൻ്റെ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ഓണക്കിറ്റുകൾ അതുപോലെ സാരികൾ ഒക്കെ ഞങ്ങൾ ഓണത്തിൻ്റെ വകയായിട്ട് ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് സഹകരിക്കും. അതുമാത്രമല്ല, കൂടാതെ ഡയമണ്ടിനും ക്യാരറ്റിനും 30,000 വരെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഓരോ പർച്ചേസിനും ഓണക്കിറ്റ് സമ്മാനം. 1 പവന് മുകളിൽ എടുത്തു ഓണക്കോടി സമ്മാനം. പർച്ചേസിനെത്തുന്നവർക്ക് കൈനിറയെ ഓണം സമ്മാനവുമായി മടങ്ങുവാൻ അവസരമൊരുക്കുന്ന ഓണം സ്വർണോത്സവം കാസർഗോഡിന് പുതിയ അനുഭവമാണ് സമ്മാനിക്കുന്നത്. സെപ്റ്റംബർ 4-ാം തീയതി സ്വർണോത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെർക്കള മാർത്തോമ ബദിര വിദ്യാലയത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. വൈവിധ്യമാർന്ന പരിപാടികളോടെയായിരുന്നു ഓണാഘോഷം നടന്നത്. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സാജിദ് സലാഹുദ്ദീൻ, ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ ക്ലസ്റ്റർ ഹെഡ് നസീർ അഹമ്മദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചെർക്കള മാർത്തോമ ബദിര വിദ്യാലയത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഫാദർ മാത്യു ബേബി സ്വാഗതം പറഞ്ഞു. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സാജിദ് സലാഹുദ്ദീൻ, ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ ക്ലസ്റ്റർ ഹെഡ് നസീർ അഹമ്മദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. You are the real fighters. ശരിയായ fighters. You fought against all odds and you showed your talent, which I am very proud of. അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഇവിടുത്തെ അധ്യാപകന്മാരെയാണ് ആദ്യമായി ഞാൻ അവരെയാണ് അഭിനന്ദിക്കുന്നത്.
സത്യത്തിൽ ഒരുപാട് ആഘോഷങ്ങളിലും മറ്റ് പല പരിപാടികളെല്ലാം തന്നെ പങ്കെടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ വന്നുണ്ടാകുന്ന ഒരു വൈബ്, ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ഈ സ്കൂളിന് ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ അത് പറഞ്ഞത് 981 ആരംഭിച്ച ഈ സ്കൂള് ഇത്രയും മനോഹരമായി കൊണ്ടു നടക്കുന്ന ഈ സ്കൂൾ മാനേജ്മെൻറ്റിനെ ഞാൻ ഈ അവസരം അഭിനന്ദിക്കാൻ ഉപയോഗപ്പെടുത്തുകയാണ്. സാമൂഹിക പ്രവർത്തകൻ നാരായണൻ പേരിയ, കാസർഗോഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഗസ്റ്റിൻ ബർണാഡ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളിലെ അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി വിവിധ ഓണ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം ഡോക്ടർ സാജിദ് സലാഹുദ്ദീനും നസീർ അഹമ്മദും ചേർന്ന് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓണമെന്ന വലിയ ആഘോഷം കുരുന്നുകൾക്ക് കളറാക്കുവാൻ ഉദിനൂർ സെൻട്രൽ AUP സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിലെ രക്ഷിതാക്കളും അധ്യാപകരും ക്ലാസ് മുറിയിൽ വലിയ പൂക്കളമൊരുക്കി. കുരുന്നുകൾക്ക് മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റുവാൻ വ്യത്യസ്തങ്ങളായ ഓണ മത്സരങ്ങളും നടത്തി. വിവിധങ്ങളായ 15 കിലോയിലധികം പൂക്കൾ ഉപയോഗിച്ച് രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നാണ് വലിയ പൂക്കളം പ്രീ പ്രൈമറി ക്ലാസ് റൂമിൽ ഒരുക്കിയത്. വെള്ള, മഞ്ഞ, ഓറഞ്ച്, വയലറ്റ് നിറങ്ങളിലുള്ള ചമന്തിപ്പൂക്കളും വാടാർമല്ലി, റോസ് തുടങ്ങിയ 10ഓളം നിറങ്ങളിലുള്ള പൂക്കളും ഉപയോഗിച്ച് തയ്യാറാക്കിയ വലിയ പൂക്കളം കാണുവാൻ നിരവധി പേരാണ് എത്തിയത്. വഴുക്കുവടി പിടുത്തം, മ്യൂസിക്കൽ ചെയർ, ഒറ്റക്കാലിൽ നിൽക്കൽ, വാൾ സിറ്റിംഗ്, ബലൂൺ റൈസ് എന്നീ മത്സരങ്ങൾ രക്ഷിതാക്കൾക്കായി നടന്നു. വിദ്യാർത്ഥികളുടെ നൃത്ത ഇനങ്ങൾ ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സംസ്ഥാന തലത്തിൽ തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ എല്ലാ സർക്കാരിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓണാഘോഷം വളരെ ഗംഭീരമായി നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഉദിനൂർ സെൻട്രൽ AUP സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗം വളരെ നല്ല രീതിയിലുള്ള ഒരു മെഗാ പൂക്കളം ഇവിടെ ഒരുക്കിയത്. ഏകദേശം 5-6 മണിക്കൂറോളം നമ്മളിതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ഒരു പൂക്കളം ഇവിടെ തയ്യാറായിട്ടുള്ളത്. 15 കിലോയോളം വിവിധതരം പൂക്കളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കുരുന്നുകൾക്ക് ഒരു ആകർഷണമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കളർഫുള്ളാക്കുന്ന രീതിയിൽ ഈ പൂക്കളം ഒരുക്കുക, അതുപോലെ തന്നെ ഓണാഘോഷ പരിപാടി വളരെ ഗംഭീരമായി കൊണ്ടാടുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രീ പ്രൈമറി PTA നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഓണാഘോഷവും അതുപോലെ തന്നെ മെഗാ പൂക്കളവും ഇവിടെ ഒരുക്കിയത്. ഉദിനൂർ സെൻട്രൽ AUP സ്കൂൾ പ്രീ പ്രൈമറി PTA പ്രസിഡന്റ് KV ഷിബു, വൈസ് പ്രസിഡന്റ് KV ബജിത്, അധ്യാപകരായ K ജയശ്രീ, PP രജിത എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫറിന്റെ 3ാം ദിവസത്തെ വിജയിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. കൊല്ലം മരുത്തടി സ്വദേശി അനിതയാണ് വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കൊല്ലം പള്ളിമുക്ക് നന്ദിലത്ത് ജിമാർട്ട് ഷോറൂമിൽ നിന്നുമാണ് വിജയിയായ അനിത പർച്ചേസ് നടത്തിയത്. 406877 ആണ് അനിതയുടെ കൂപ്പൺ നമ്പർ. നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫറിൽ ദിവസേന നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഭാഗ്യശാലിക്കും 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുക. ഗോപു നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം 1 ലക്ഷം രൂപ ഡെയിലി ക്യാഷ് പ്രൈസ് ലാക്പതി ഓഫറിന്റെ 3ാം വിജയെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവാണിന്ന്. അതിനായിട്ട് ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ഒരു കസ്റ്റമറെ നമ്മൾ ക്ഷണിക്കുകയാണ്. സർ, പേരെന്താണ്? കൂപ്പൺ നമ്പർ 40687. അനിത, കൊല്ലം ഡിസ്ട്രിക്ട്. സ്കൂൾ വികസന ഫണ്ട് കണ്ടെത്തുവാൻ കുഞ്ഞുകൈയിലേക്കൊരു പച്ചപ്പ് എന്ന പേരിൽ നൂതന പദ്ധതി GMUP സ്കൂൾ പള്ളിക്കരയിൽ നടപ്പിലാക്കി അജാനൂർ ലയൺസ് ക്ലബ്ബും ഉമ്മൻചാണ്ടി സ്മാരക സമിതിയും. ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ സുകുമാരൻ പൂച്ചക്കാട് വാഴക്കന്ന് വിതരണോദ്ഘാടനം നടത്തി. സ്കൂൾ വികസന ഫണ്ട് കണ്ടെത്താൻ കുഞ്ഞു കൈയിലേക്കൊരു പച്ചപ്പ് എന്ന പേരിൽ നൂതന പദ്ധതി GMUP സ്കൂൾ പള്ളിക്കരയിൽ നടപ്പിലാക്കി അജാനൂർ ലയൺസ് ക്ലബ്ബും ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതിയും. 100 വീട്ടുകാർക്ക് 3 വീതം നേന്ത്രവാഴ കന്ന് നൽകി. വിളവെടുക്കുമ്പോൾ 2 വാഴക്കുല വിദ്യാലയത്തിന് നൽകണം. 1 വാഴക്കുല വീട്ടുകാർക്കും എന്നതാണ് പദ്ധതി. ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ സുകുമാരൻ പൂച്ചക്കാട് വാഴക്കന്ന് വിതരണോദ്ഘാടനം നടത്തി. അജാനൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് CM കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു.
PTA പ്രസിഡന്റ് ഇർഷാദ് തെക്കുപുറം, ഹെഡ്മാസ്റ്റർ കെ ഹരിദാസ്, ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി കൺവീനർ കണ്ണൻ കരുവാക്കോട്, ജെയ്സൺ തോമസ്, PTA പ്രസിഡന്റ് ഇർഷാദ് തെക്കുപുറം, ഹെഡ്മാസ്റ്റർ കെ ഹരിദാസ്, ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി കൺവീനർ കണ്ണൻ കരുവാക്കോട്, ജെയ്സൺ തോമസ്, നൌഷാദ് പൂച്ചക്കാട്, സതീഷ് PK, ഗഫൂർ ഷാഫി, KV ജിജി, സ്റ്റാഫ് സെക്രട്ടറി സമീർ KP എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സീനിയർ സിറ്റിസൺ ഫോറം പുതുക്കൈ യൂണിറ്റ് ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. പുതുക്കൈ ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജില്ലാ സെക്രട്ടറി K സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം പുതുക്കൈ യൂണിറ്റ് ഓണാഘോഷവും കുടുംബസംഗമവും പുതുക്കൈ ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി K സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് K കുഞ്ഞിക്കണ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ K രവീന്ദ്രൻ മുഖ്യാതിഥിയായി. നീലേശ്വരം മുനിസിപ്പൽ സെക്രട്ടറി പ്രകാശൻ കൊട്ടറ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് നാരായണൻ മാസ്റ്റർ, ട്രഷറർ A കരുണാകരൻ, V ഗംഗാധരൻ, KV ശാന്ത, T സരോജിനി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി MV വിജയൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി CV രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കാഞ്ഞങ്ങാട് സഹകരണ അർബൻ സൊസൈറ്റി കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ചുകൊണ്ട് ഓണം വിപണിയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. സംഘത്തിന്റെ പടന്നക്കാട് ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ലോഹിതാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് സഹകരണ അർബൻ സൊസൈറ്റി കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ചുകൊണ്ട് ഓണം വിപണിയുടെ ഉദ്ഘാടനം നടന്നു. സംഘത്തിന്റെ പടന്നക്കാട് ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ലോഹിതാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് P കമലാക്ഷ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഹസീന റസാഖ് ആദ്യ വിൽപ്പന നടത്തി. സംഘം സെക്രട്ടറി P ശോഭ സ്വാഗതവും വൈസ് പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഡയറക്ടർമാരായ M കുഞ്ഞികൃഷ്ണൻ, M ഷംസുദ്ദീൻ, മൊയ്തു, K ശ്രീദേവി, അഡ്വക്കേറ്റ് നവനീത മാവില, ഹോസ്ദുർഗ ബാങ്ക് ഡയറക്ടർ T കുഞ്ഞികൃഷ്ണൻ, CMP ജില്ലാ സെക്രട്ടറി CV തമ്പാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് തലപ്പാടിയിൽ ബസ് അപകടത്തിൽ 6 പേർ മരണപ്പെട്ട സംഭവം. ടയറുകൾ തേഞ്ഞ ബസ്സുകൾ തടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. അജിനടുക്കയിലെ സമാനി കുടുംബത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥ. തലപ്പാടി ബസ് അപകടത്തിൽ മരണപ്പെട്ട 5 പേർ ഉൾപ്പെടെ ഈ കുടുംബത്തിൽ നിന്നും വാഹനാപകടങ്ങളിൽ പൊലിഞ്ഞത് 12 പേർ. തലപ്പാടി ബസ് അപകടം. കർണാടക SRTC അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമായതെന്ന് വിലയിരുത്തൽ. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. നീലേശ്വരം, മൊഗ്രാൽ പുഴകളിൽ ഓറഞ്ച് അലേർട്ട്. കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ മുന്നാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഓണമാഘോഷിക്കുവാൻ മലയാളി വേഷം ധരിച്ചെത്തി മണിപ്പൂർ സ്വദേശികളായ വിദ്യാർത്ഥികൾ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളാണ് മനോഹര കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.